ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 174-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ഇസ്രായേൽ ചരിത്രത്തിൻ്റെ 4-ാം ഘട്ടം രാജാക്കന്മാരുടെ ഭരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇസ്രായേലിൻ്റെ അവസാനത്തെ ന്യായാധിപനായിരുന്നു ശൗമേൽ. ശൗമേലിൻ്റെ സമാപന സമയത്തെ ജനങ്ങൾ തൻ്റെ അടുക്കൽ വന്നിട്ട് ചുറ്റുമുള്ള രാജാക്കന്മാർ ജനത്തെ ഭരിക്കുന്നത് പോലെ ഞങ്ങൾക്കും രാജാവിനെ ആവശ്യമാണ്. ശൗമേലിന് ഒരു വലിയ വിഷമത്തിലായി. ശൗമേലിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, താൻ വളരെ പ്രായാധിക്യത്തിലുമായി. ശൗമേൽ യഹോവയോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇതിനെന്താ ചെയ്യേണ്ടത്? ഉടനെ ദൈവത്തിന് മറുപടി, ജനം നിന്നെയല്ല ഉപേക്ഷിച്ചിരിക്കുന്നത്, എന്നെ ഭരിക്കാൻ അവർക്കിഷ്ടമില്ലാത്ത സാഹചര്യമായി. 1 ശമൂവേൽ 8:16-17 വാക്യം. ആകയാൽ നീ അവരുടെ അപേക്ഷ കേട്ട് നീ അവർ പറയുന്നത് പോലെ ചെയ്തു കൊടുക്കുക. ഇതിൻ്റെ പേരാണ് പിടിവാശി എന്ന് പറയുന്നത്. പല സഭകളിലും പരാജയത്തിൻ്റെയും ആളുകൾ കുറവാകുന്നതിൻ്റെയും പല വിഷയങ്ങൾ ഓരോരുത്തരും പറയുന്നത് സഭ നടപ്പിലാക്കണം, ഇതൊന്നും ദൈവീകമല്ല എന്നുള്ള കാര്യം എന്നെ കേൾക്കുന്നവരെ ഓർക്കുക. എൻ്റെ ക്ലാസ് പെന്തക്കോസ്ത് വിശ്വാസികൾ, പല ക്രൈസ്തവ സംഘടനയിലുള്ളവര്, അക്രൈസ്തവരായ പലരും എൻ്റെ ക്ലാസ് കേൾക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആ രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. അവരെ വാഴാനിരിക്കുന്ന രാജാവിനെ പറ്റിയും രാജാക്കന്മാരെ പറ്റിയുള്ളതായ 10 ദോഷവശം ശൗമേലിനെ കൊണ്ട് ജനത്തോടെ പറയിപ്പിച്ചു. രാജാക്കന്മാര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഭീമമായ നഷ്ടം, നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ 10 ഓരോന്നായിട്ട് ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട്, മൂപ്പന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ഓരോന്നായിട്ട് ശൗമേൽ പ്രസ്താവിക്കാൻ തുടങ്ങി. 1, അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരും ആക്കും. അത് ഇച്ചിരി കട്ടിയുള്ള ജോലിയാണ്. 2-ാമത്തേത് അല്പം കൂടെ വിഷമം പിടിച്ച കാര്യമാണ്. അവൻ്റെ രഥങ്ങൾക്ക് മുമ്പേ ഓടുന്നവരായിരിക്കണം. കാരണം രഥങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ പതിയിരിപ്പുകാരുണ്ടോ ഇല്ലയോ എന്ന് മുന്നോട്ടോടിപ്പോയിട്ട് ഇവരറിയിക്കണം. ചിലപ്പോൾ പതിയിരിപ്പുകളാൽ ഇവർ കൊല്ലപ്പെടാനും സാധ്യതയുണ്ട്. 3-ാമത്തെ കാര്യം പറഞ്ഞു, അവരെ 1000-നും 50-നും അധിപന്മാരാക്കും. 4-ാമത്തേത് തൻ്റെ നിലം കൃഷി ചെയ്യുവാനും വിളവ് കൊയ്യുവാനും അവരെ നിയമിക്കും. പറഞ്ഞാൽ അടിമപ്പണി പോലുള്ള പണി നിയമിക്കും. ദൈവം തൻ്റെ ജനത്തെ ഒരിക്കൽ അടിമപ്പണി ചെയ്യത്തില്ല. ദൈവം തൻ്റെ ജനത്തെ മക്കളായിട്ടാണ് കരുതുന്നത്. 5-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, തൻ്റെ പടക്കോപ്പുകളെ
തേർക്കോപ്പുകളും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. കഷ്ടപ്പെട്ട ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കത്തക്കവണ്ണം നിങ്ങളെ നിയമിക്കും. ഈ 6ാമത്തെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരികൾക്കും വെപ്പുകാരികൾക്കും അപ്പം വിൽക്കുന്നവർക്കും കൊടുക്കും. നോക്കിക്കോണം, എന്തൊരു ബുദ്ധിമുട്ടാണ്, കേസ് കെട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഉയരാനായിട്ടുള്ള അവസരങ്ങൾ ഇല്ല. 7ാമത്തെ കാര്യം പറഞ്ഞത്, നിങ്ങളുടെ മുന്തിരി തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും എടുത്ത് തൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. നിങ്ങൾക്ക് മുന്തിരിത്തോട്ടമുണ്ട്, ഒലിവ് തോട്ടമുണ്ട്, എന്നാൽ രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന ഭൃത്യന്മാരുണ്ടല്ലോ, സേവിക്കുന്നവരെ, അവർക്ക് സൗജന്യമായി കൊടുക്കും. നഷ്ടക്കച്ചവടം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. 8ാമത്തെ കാര്യം, നിങ്ങളുടെ കോമള യുവാക്കന്മാരെ നിങ്ങളുടെ കഴുതകളെയും പിടിച്ച്, ശ്രദ്ധിക്കണം, കോമള യുവാക്കന്മാരെയും കഴുതകളെയും പിടിച്ച് തൻ്റെ വേലയ്ക്ക് ആക്കും എന്ന് പറഞ്ഞാൽ കഴുതയെ പോലെ തന്നെ പണിയിപ്പിക്കും. 9ാമത്തെ കാര്യം, അവൻ നിന്റെ ആടുകളെ 10-1 നീ വളർത്തും, നീ ആടുകളെ വലുതാക്കും. ഒരു 100 ആടുണ്ടെങ്കിൽ ഏറ്റവും മെച്ചമായ 10 എണ്ണത്തിന് വീതം അവരെ എടുത്തുകൊണ്ട് പോകും. 1000 ഉണ്ടെങ്കിൽ 100 ആട് ഏറ്റവും നല്ല ആടുകളെ തെരഞ്ഞെടുത്ത് അവർ കൊണ്ടുപോകും. അടുത്ത 10ാമത്തേത് പറയുന്നത്, നിങ്ങൾ അവൻ്റെ ദാസന്മാരായി തീരും എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാതെ നിങ്ങളുടെ അവസ്ഥ ഉണ്ടാകും. ഇതൊക്കെ പറഞ്ഞിട്ട് മടങ്ങി വരുമെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവർ പറഞ്ഞത്. പക്ഷേ അവരുടെ ഉള്ളിൽ രാജാവ് കയറിക്കഴിഞ്ഞു. ഇവിടെയാണ് ഏറ്റവും ചിന്തനീയമായ കാര്യം. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും പാപത്തിൻ്റെ പാശങ്ങൾ, പാപത്തിൻ്റെ വഴികൾ കയറി കഴിഞ്ഞാൽ, ആരെല്ലാം ഗുണദോഷിച്ചാലും നമ്മുടെ അകത്ത് കയറിയതായ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, അതിന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ടും അവരൈക്യ കണ്ടേന പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഒടുവിൽ ശൗമേൽ സഖിയിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് രാജാവിനെ ഞാൻ തരാമെന്ന് പറഞ്ഞു. ആ മീറ്റിംഗ് അവിടെ പര്യവസാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് ചിന്തിക്കണം. നാം ദൈവകൃപ വിട്ടു പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ്. നിത്യത പോയി, അത് നമ്മൾ പിടിച്ചു വാങ്ങണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. തുടർന്ന് ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. എൻ്റെ ക്ലാസ് മുഖേന ഒരുപാട് ആളുകൾ യേശുവിനെ അറിയുക, ഒരുങ്ങുക. 2ാമത്തെ വിഷയം, ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പ്രാർത്ഥന വീരന്മാർ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ക്ലാസ്സിൽ നിന്ന് ഇവിടെ പറയുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.